തൊക്കിലങ്ങാടിയിലെ കൂത്തുപറമ്പ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ 1947-2025 നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ചിത്രരചനയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മാറോളിഘട്ട് ടൗൺ സ്ക്വയറിലാണ് പരിപാടി നടന്നത്. അക്ഷരമുറ്റത്തെ ആലിലകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ചിത്രരചനയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളെ അടക്കം അവർ അറിയാതെ മിഠായി രൂപത്തിലെ മറ്റു പല രൂപത്തിൽ വേഷം മാറിയ ലഹരി വസ്തുക്കൾ ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് ആർക്കും സങ്കല്പിക്കാനോ പ്രവചിക്കാനോ പറ്റാത്ത രീതിയിലുള്ളതാണ് പ്രചരിക്കുന്നത്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല, കൗമാരക്കാരെന്നോ യുവാക്കളോ യുവതികളാണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രായക്കാരെയും ഈ ഒരു ലഹരി മാഫിയ എന്ന് തന്നെ പറയണം, അവരെ വലയിൽപ്പെടുത്തുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കോളേജിലെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ കോളേജ് അധ്യാപകൻ അവരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ സുഹൃത്ത് മറ്റുള്ള കൂട്ടുകാർക്ക് മിഠായി വിതരണം ചെയ്തു. ചിത്രകാരൻ സുരേഷ് കൂത്തുപറമ്പ് അധ്യക്ഷനായി. എക്സൈസ് ഇന്റലിജൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ വണ്ടിച്ചാൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൂത്തുപറമ്പ് നഗരസഭാംഗം എം അബ്ദുറഹ്മാൻ, എൻ ധനഞ്ജയൻ, എ പി പുരുഷോത്തമൻ, പി മഹീന്ദ്രൻ, വി പി ശാന്തരൻ, സുരേഖ ചന്ദ്രൻ, പി പ്രദീപൻ, പി രവീന്ദ്രൻ, ജെ പി നിർമ്മലഗിരി, ബി രാജീവൻ, ബിജു കല്ലായി എന്നിവർ പ്രസംഗിച്ചു.